ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഡിജിറ്റൽ വിന്നേഴ്സ് അക്കാഡമിയുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്സിനെ പറ്റിയാണ്. അതായത് നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാവാം, ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റുഡൻറ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആവാം, എന്ത് തന്നെ ആയിക്കോട്ടെ. നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളൊരു പോസ്റ്റ് നിങ്ങൾ ഫേസ്ബുക്കിൽ ചെയ്യാറുണ്ട്, നിങ്ങളുടെ സർവീസിനെയോ നിങ്ങളുടെ പ്രോഡക്റ്റിനെ പറ്റിയോ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയോ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് ആ പോസ്റ്റർ, നല്ലൊരു പോസ്റ്റർ, നമ്മളെ കയ്യിലൊരു ഒരു കണ്ടന്റ് ഉണ്ടാവും, നമ്മളെ കയ്യിലൊരു ഭാവന ഉണ്ടാവും. പക്ഷെ ആ ഒരു ഭാവന നമുക്ക് പോസ്റ്ററിലേക്ക് പകർത്താൻ പലപ്പോഴും കഴിയാറില്ല. അത് മറ്റുള്ളവർ ഷെയർ ചെയ്യുന്നത് നമ്മൾ റീഷെയർ ചെയ്യുകയാണ് പലപ്പോഴും ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ഇനി വേണ്ട, നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു സൊല്യൂഷൻ ഉണ്ട്. അതായത് ഓൺലൈനിൽ തന്നെ നമുക്ക് പോസ്റ്റേഴ്സ്, നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് നമ്മുടെ കമ്പനിയിലെ പോസ്റ്റേഴ്സ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിനെ ഞാനിന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. ബേസിക്കലി ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്ററിലൊക്കെയാണ് പൊതുവേ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ ഒരു ഏജൻസിക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർ ചെയ്യാറ്. പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ടാണ് നിങ്ങൾ ചെറിയ രീതിയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണ് ക്യാൻവ എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്യാൻവ ബേസിക്കലി ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോമാണ്. ഇതാണ് ക്യാൻവയുടെ ഒരു ഇന്റർഫേസ്. ബേസിക്കലി ഇത് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ ലോഗിൻ ചെയ്യണം. ഞാനിവിടെ ഇപ്പോൾ ലോഗിൻ ചെയ്ത് കിടക്കുന്നുണ്ട്, സൈൻ ഔട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ ചെന്നതിന് ശേഷം canva.com canva.com എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് അത് നിങ്ങൾക്ക് അതിലൊരു അക്കൗണ്ട് ഇല്ലാത്തതിന്റെ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇവിടെ സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് സൈൻ ചെയ്യിക്കുക. അത് സൈനപ്പ് ചെയ്യാം, അതായിരിക്കും ഏറ്റവും പ്രിഫറബിളി ഗുഡ്. അപ്പം ഞാൻ ഗൂഗിളിൽ ഈ ജിമെയിൽ വെച്ചിട്ടായിരിക്കും സൈനപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ ക്രോമുമായിട്ട് അത് ഇന്റഗ്രേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്, കുറച്ചുകൂടി ഈസി ആയിട്ട് നടക്കും. കുറച്ച് ഭാഗങ്ങൾ ഇതിനകത്തുണ്ട്, ഒരു ടെക്നിക്കാലിറ്റീസും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്യാൻവ. ഇതിനകത്ത് കുറച്ച് ഏരിയാസ് ഉണ്ട്, കുറച്ച് ടൂൾസ്, ഇതിനകത്ത് തന്നെ ഉള്ള ടൂൾസ് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നു. ഇതിന്റെ ഒരു ഹോം പേജ് ആണ്. ഇതിനകത്ത് ഹോം പേജിനകത്ത് ഡിഫറെന്റ് നമ്മുടെ പോസ്റ്റുകളോ അല്ലെങ്കിൽ ഡിഫറെന്റ് ട്രെൻഡിങ് പോസ്റ്റേഴ്സോ മറ്റു കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അവർ ജസ്റ്റ് പരിചയപ്പെടുത്തുകയാണ്. അപ്പം നമ്മൾ രണ്ടാമത് വരുന്നത് ഇവിടെ ഇതിന്റെ ടെംപ്ലേറ്റ്സ് എന്നുള്ള ഒരു ഭാഗത്തേക്കാണ്. ടെംപ്ലേറ്റ്സ് എന്നുള്ള ഭാഗത്തേക്ക് വരുന്ന സമയത്ത് തന്നെ സോഷ്യൽ മീഡിയ, പേഴ്സണൽ, ബിസിനസ്, മാർക്കറ്റിംഗ്, എഡ്യൂക്കേഷൻ, ട്രെൻഡിങ്. അപ്പൊ ഇതിനുള്ളിൽ തന്നെ നമുക്ക് ഏതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ടാണെങ്കിൽ സ്റ്റോറിക്ക് വേണ്ടി, ഇൻസ്റ്റഗ്രാം സ്റ്റോറിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, ഫേസ്ബുക്ക് പോസ്റ്റ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ യൂട്യൂബിന്റെ ചാനൽ ആർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ യൂട്യൂബിന്റെ ബാക്ക്ഗ്രൗണ്ട് ബാനർ പിക്ചറിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ലിങ്ക്ഡിന് വേണ്ടിയിട്ടുള്ള ബാനർ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ നിരവധി ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള സൈസസിൽ നമുക്ക് പിക്ചേഴ്സ് അവൈലബിൾ ആണ്. അതായത് ആ ഒരു പോസ്റ്റേഴ്സ്, അതായത് പല പ്ലാറ്റ്ഫോമിലും പല സൈസസ് ആണ് അത് എടുക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു സൈസ് നമുക്ക് അറിയാൻ കഴിയില്ലെങ്കിലും പ്രശ്നമില്ല. നമുക്ക് ഏതാണോ വേണ്ടത് ആ ഒരു കാറ്റഗറി ചൂസ് ചെയ്യുക. ആ സൈസിലായിരിക്കും അതിന്റെ ഡയമെൻഷൻസ് നമുക്കത് ലഭിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഫീച്ചേഴ്സ് ഉണ്ട്. ഫീച്ചേഴ്സിനകത്ത് ഫ്രീ ഫോട്ടോസ്, ബാക്ക്ഗ്രൗണ്ടിനകത്ത് ഇടുന്നത്, അങ്ങനെയുള്ള കുറച്ചധികം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഇതിനകത്ത് അവൈലബിൾ ആണ്. ലാസ്റ്റ് വന്നിട്ടൊരു നല്ലൊരു ഫീച്ചറാണ് ക്യാൻവയെ തന്നെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഉള്ളൊരു വീഡിയോ ട്യൂട്ടോറിയൽ. അത് ബേസിക്കലി ഇവർ എല്ലാ പ്രാവശ്യം ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പുതിയ ഐക്കൺസോ പുതിയ ഇൻകോർപ്പറേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇതിനകത്ത് അവർ ആഡ് ചെയ്യും. നമുക്ക് ആ ജസ്റ്റ് സാമ്പിൾ വീഡിയോസ് കണ്ടു തന്നാൽ തന്നെ നമുക്ക് ബേസിക് ആയിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഇപ്പോൾ ഇങ്ങനെ ഇതാണ് ഇതിന്റെ ഒരു ആദ്യത്തെ ഒരു ഇന്റർഫേസ്. സെക്കൻഡ് ഇന്റർഫേസ് വരുന്ന ഈ ഭാഗത്താണ്. ഈ ഭാഗത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റെക്കമെൻഡഡ് ഫോർ യു, എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് റെക്കമെൻഡ് ചെയ്യുന്നതെന്നുള്ളതായിരിക്കും ഇവിടെ വരുന്നത്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഡിസൈൻസ് ഓൾറെഡി ഇതിലെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആണ്, ഇത് ക്ലൗഡ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ചെയ്തു വെച്ചേക്കുന്നൊരു നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന പോസ്റ്റേഴ്സ് അതിൽ ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. നമുക്ക് പിന്നീട് എപ്പോഴും വേണമെങ്കിലും ഇത് ഫോണുമായിട്ടും ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇതിൽ ആപ്പും ഉണ്ട്. അപ്പോൾ ഫോണിൽ വേണമെങ്കിൽ ആക്സസ് ചെയ്യാം, അതോടൊപ്പം തന്നെ സിസ്റ്റത്തിൽ വേണമെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഈ ഷെയർഡ് വിത്ത് യു പറഞ്ഞ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ക്യാൻവയിൽ തന്നെ ചെയ്ത പോസ്റ്റേഴ്സ് നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പറ്റും. അതാണ് ഷെയർഡ് വിത്ത് യു. ബ്രാൻഡ് കിറ്റ് ഉദ്ദേശിക്കുന്നത്
നമ്മൾ ഇതിനകത്ത് ഫ്രീ വെർഷനാണ് നമ്മളിപ്പം യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫ്രീ വെർഷൻ അല്ലാതെ തന്നെ പെയ്ഡ് വെർഷൻ ഉണ്ട്. പെയ്ഡ് വെർഷൻ 30 days ട്രയൽ കഴിഞ്ഞതിന് ശേഷം പെയ്ഡ് വെർഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇത് ബ്രാൻഡ് കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെസിഫിക് ബ്രാൻഡ് തന്നെ, അതായത് ലോഗോയും പോസ്റ്റേഴ്സും എല്ലാം ഒരേ കളർ കോമ്പിനേഷനും ഫോണ്ടും എല്ലാം വെച്ചിട്ട് നമുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രാൻഡ് കിറ്റ് വരുന്നത്. കണ്ടന്റ് പ്ലാനർ ബേസിക്കലി നമ്മൾ പ്രിഫറബിളി സോഷ്യൽ മീഡിയാസിൽ ഡെയിലി 1 പോസ്റ്റ് വെച്ച് 7 പോസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ദിവസവും പോസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് ആ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമുക്കിവിടെ അത് ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ വരുന്ന അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങളൊരു ടീമായിട്ട്, നിങ്ങൾക്ക് കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്, ടീമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ക്രിയേറ്റ് ടീം ഉണ്ടാവും. ഈ ക്രിയേറ്റ് ടീം എടുത്തതിന് ശേഷം ഇതിനകത്ത് ഓരോ മെമ്പേഴ്സിനും ബേസിക്കലായിട്ട് ഓരോ മെമ്പേഴ്സിനും 1000 രൂപ വെച്ചിട്ട് പെർ മന്ത് നമ്മൾ പേ ചെയ്യണം. അറ്റ് ദ കറണ്ട് റേറ്റ് 1000 rupees ആണ്. 999 ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അവിടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മെമ്പറിനെ എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമെന്നായിരിക്കും ഇത് കാണിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടോ ടെംപ്ലേറ്റ് ഡിസൈനർ ആയിട്ടോ മെമ്പർ ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോൾഡേഴ്സ്, നിങ്ങൾ ചെയ്തേക്കുന്ന ഡീറ്റെയിൽസും ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്തേക്കുന്ന ഡോക്യുമെന്റ്സും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ഒരു ഫോൾഡർ ഉണ്ടാക്കി നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത ഐറ്റംസ് ഉണ്ടെങ്കിൽ ട്രഷിൽ കാണും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വെർഷനിലേക്ക് പോകാം. ജസ്റ്റ് ഞാനിപ്പോൾ എനിക്ക് ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഫേസ്ബുക്കിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ വന്നതിന് ശേഷം ടെംപ്ലേറ്റ്സിൽ പോയതിനു ശേഷം ഫേസ്ബുക്ക് പോസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഫേസ്ബുക്ക് പോസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ക്യാൻവയുടെ ഇന്റർഫേസ് നേരെ ഫേസ്ബുക്ക് പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ടെംപ്ലേറ്റ്സിനെ ആയിരിക്കും നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ഈ താഴെ കാണിക്കുന്നതെല്ലാം തന്നെ ഫേസ്ബുക്കിന് വേണ്ടിയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ഡയമെൻഷനിൽ ഡിഫറെന്റ് പോസ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. നമുക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതൊരു ഓപ്ഷനാണ്. അതല്ല നിങ്ങൾ സ്പെസിഫിക് ആയിട്ടൊരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു സർവീസോ കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഇംഗ്ലീഷ് ട്രെയിനർ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ട്രെയിനർ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇംഗ്ലീഷ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടുള്ള പോസ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ട്രെയിനിങ് ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് ടീച്ചിങ്, ഞാനിപ്പോൾ അടിക്കുന്ന ഇംഗ്ലീഷ് ടീച്ചിങ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് നോക്കുകയാണ്. നമുക്ക് അങ്ങനെ ഒരു ട്രയൽ ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് ടീച്ചിങ് കണ്ടോ. അപ്പോൾ ഇംഗ്ലീഷ് ടീച്ചിങ് എന്ന് ഞാൻ അടിച്ച സമയത്ത് തന്നെ ഇംഗ്ലീഷ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ അധികം പോസ്റ്റേഴ്സ് ഇവിടെ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇംഗ്ലീഷ് ടീച്ചിങ്ങിൽ ഈ തരത്തിലുള്ള പോസ്റ്റേഴ്സ് ആയിരുന്നു അവർ പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ക്യാൻവയും അങ്ങനത്തെ ഒരു പ്രിഫറബിൾ ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ആണ് നമുക്ക് തരുന്നത്. അപ്പം എനിക്ക് ഇംഗ്ലീഷ് ടീച്ചിങ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയതിൽ എനിക്കിത് കുറച്ച് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇതങ്ങ് ചൂസ് ചെയ്തു. ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ഒരു ഇന്റർഫേസ് ഇങ്ങനെയായിരിക്കും. ജസ്റ്റ് വേറൊരു വിൻഡോയിൽ തന്നെ അത് ഓപ്പൺ ആയി വരും. പിന്നെ നമുക്ക് ഇതിനകത്തുള്ള കളേഴ്സ് ഒക്കെ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഓക്കെ, പിന്നെ ഇത് ഈ ഒരു ടെംപ്ലേറ്റിനെ ഞാൻ യൂസ് ചെയ്യുകയാണ്. ഈ ഒരു ടെംപ്ലേറ്റിനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, എനിക്ക് ആ ഒരു ബ്ലൂ കളർ ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ആ ഒരു പോസ്റ്റർ സെലക്ട് ചെയ്തത്. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ എന്താണോ നമ്മൾ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു 3-4 കാര്യമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു സ്ഥാപനം നടത്തുന്നോ അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഒരു ലോഗോ ഉണ്ടായിരിക്കണം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കമ്പനിയുടെ നിങ്ങളുടെ പേര്, അതോടൊപ്പം തന്നെ നിങ്ങൾ എന്താണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ ഇല്ലെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ്. അപ്പം ഈ ഒരു 4 കാര്യങ്ങൾ ശ്രദ്ധയിൽ വെച്ചേക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ ഒരു ലോഗോ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ലോഗോ നമുക്ക് ചെയ്യാൻ വേണ്ടി ഡിഫറെന്റ് ആയിട്ട് തന്നെ ഒരു മെത്തേഡാണ്. അത് ഇതിൽ തന്നെ നമുക്ക് ലോഗോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ടെംപ്ലേറ്റ് ഫേസ്ബുക്ക് പോസ്റ്ററിന് പകരം ലോഗോ എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോഗോ കിട്ടും. അപ്പൊ അതേമാതിരി തന്നെ ലോഗോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ സെയിം പ്രോസസ്സ് തന്നെ ലോഗോ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക. ലോഗോയിലെ ഇന്റർഫേസിലേക്ക് വരും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് ടീച്ചിങ് ഇല്ലെങ്കിൽ ടീച്ചിങ്ങോ ട്രെയിനിങ്ങോ ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സജസ്റ്റഡ്സ് ലോഗോ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഓൾറെഡി ഞാൻ എൻ്റെ ഒരു ലോഗോ ഞാനിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിവിടെ അപ്ലോഡ് ചെയ്തു.
സെലക്ട് ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു വൈഡ് ആംഗിളിലായിരിക്കും വരുന്നത്. നമ്മുടെ ആ ഒരു സൈസിലേക്ക് നമ്മളതിനെ അവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്ന അടുത്തൊരു പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ സർവീസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മൾ ആദ്യം ഹൈലൈറ്റ് ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മളെ കമ്പനിയുടെ പേരായിരിക്കും നമ്മൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാൻ പ്രിഫറബിളി ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തത് കൊണ്ട് വരുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ കസ്റ്റമറിനെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ സർവീസോ ചിലപ്പോൾ അറിയണമെന്നില്ല. അവരെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങളുടെ സർവീസിനെ പറ്റിയാണ് അറിയേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ സർവീസിനെയാണ് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ സർവീസ് ഇംഗ്ലീഷ് ടീച്ചിങ് ആണ്. ഇംഗ്ലീഷ് ഓൺലൈൻ ആയതുകൊണ്ട് ഇംഗ്ലീഷ് ഓൺലൈൻ ടീച്ചിങ്, ഓൺലൈൻ ക്ലാസ്, ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ്. ഓക്കെ, ഇത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ്സിന് പകരം തന്നെ കുറച്ചും കൂടി കണ്ടന്റ് ചെയ്യാൻ നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്ന മറ്റ് കോമ്പറ്റീറ്റേഴ്സിന്റെ പേജിൽ പോയതിന് ശേഷം ഒരു സ്റ്റഡി ചെയ്യുക. മിനിമം ഒരു 5 കോമ്പറ്റീറ്റേഴ്സിന്റെ പേജിൽ പോകുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും അത് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയേക്കുന്ന ഏത് തരത്തിലുള്ള പോസ്റ്റേഴ്സിനാണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാക്കി എടുക്കുക. ആ തരത്തിലുള്ള പോസ്റ്റേഴ്സ് നിങ്ങളുടെ സർവീസുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ തന്നെ കണ്ടന്റ് എഴുതുക. അപ്പോൾ ഇത് ഇംഗ്ലീഷിൽ നിന്ന് എഴുതാം, അതോടൊപ്പം തന്നെ മലയാളത്തിലും എഴുതാൻ സാധിക്കും. മലയാളത്തിൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ലാസ്റ്റ് അതും കൂടെ ഒന്ന് കവർ ചെയ്യാം. അപ്പോൾ ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ് എന്ന് ഞാൻ ഇവിടെ എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ട ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ് ആണ് നിങ്ങൾ കൊടുക്കുന്നത്, ശരി, മനസ്സിലായി. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അടുത്ത ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ് ആര് വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ കമ്പനിയുടെ പേരാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ ഒരു സ്ഥാപനത്തിന്റെ പേര് ഞാൻ വയ്ക്കുകയാണ്, ഡിജിറ്റൽ വിന്നേഴ്സ് ഓക്കെ ഡിജിറ്റൽ വിന്നേഴ്സ് അക്കാഡമി ഞാൻ വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തത്. നിങ്ങൾ എത്രയും കൂടുതൽ സമയം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ അത്രയും കൂടുതൽ ഇത് നന്നായിട്ട് വരും. അതോടൊപ്പം തന്നെ ഞാൻ ഇതിന്റെ ഒരു ഫോൺ നമ്പർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നു. ഫോൺ നമ്പർ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ കമ്പനിയുടെ ഫോൺ നമ്പർ ഞാൻ വെച്ചു 808936. ഓക്കെ ഫൈൻ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇനി അടുത്ത ഇവിടെ വന്നതിന് ശേഷം എലമെന്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്ക് വളരെ ലോഗോസ്, സ്മോൾ ലോഗോസ്, ഓരോ ഐക്കൺസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അതായത് കാർട്ടൂൺ ക്യാരക്ടേഴ്സിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ വാട്സപ്പിൻ്റെ ഒരു ക്യാരക്ടർ ഞാൻ പിടിച്ചു. അപ്പോൾ വാട്സപ്പിൻ്റെ ക്യാരക്ടർ ഞാൻ എടുത്തതിന് ശേഷം അതിവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, അതോടെ പ്ലേസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, നമുക്ക് ഈ ഡിജിറ്റൽ വിന്നേഴ്സ് അക്കാഡമി കുറച്ചും കൂടി ഒന്ന് ഫോണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സൈസ് ഒന്ന് വലുതായി കൊടുക്കാം. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ സൈസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫോണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഫോണ്ട് മാറ്റാനുള്ള ഓപ്ഷൻസും ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും പ്രിഫറബിൾ ആയിട്ട് തോന്നുന്നത് ആ ഫോണ്ടിലേക്ക് നിങ്ങൾക്ക് അത് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ബേസിക്കലി അപ്പം ലോഗോ, നിങ്ങളുടെ സർവീസ് എന്താണോ, നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര്, അതോടൊപ്പം തന്നെ മൊബൈൽ നമ്പർ, അഡ്രസ്, വാട്സപ്പ് നമ്പർ, അതോടൊപ്പം തന്നെ ഇമെയിൽ അഡ്രസ്, വെബ്സൈറ്റ് അഡ്രസ് എല്ലാം നിങ്ങൾക്ക് കൊടുക്കാം. അപ്പം ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ ഫൂട്ടറിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സേവ് ചെയ്യുക. സേവ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും, ഇവിടെ നിന്ന് തന്നെ സേവ് ചെയ്യുക. അപ്പം സേവ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്മൾക്ക് ഇംഗ്ലീഷിൽ നിന്ന് അല്ലെങ്കിൽ മലയാളം കണ്ടന്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കൂടെ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എഴുത്തുപുര എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എഴുത്തുപുര എന്ന് നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പൊ ഇതിൽ നമ്മൾക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നിങ്ങൾ മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്യണമെന്നില്ല.
ഞാൻ ഇംഗ്ലീഷ്, ഞാനിപ്പോൾ നമ്മുടെ സർവീസ് ഇംഗ്ലീഷ് എന്ന് ടൈപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ് എന്നാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സർവീസ്. ഓൺലൈൻ ക്ലാസ്. ഓക്കെ, ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ് ഫോർ ബിഗിനേഴ്സ്. ഓക്കെ, ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ് എന്ന് തന്നെ ഞാൻ ചൂസ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു അത് ഇംഗ്ലീഷിൽ നിന്നുള്ളത് അത് മലയാളത്തിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ അതിനവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സൈസ് അതിനെ ബോൾഡ് ആക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സൈസ് കൂട്ടി കൊടുക്കുക. സൈസ് വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് സൈസ് കൂട്ടാനും കഴിയും. ഡയറക്റ്റ് ഇവിടെ നിന്ന് നമുക്കൊരു ഒരു 80 ആക്കുകയാണെങ്കിൽ ഇത്രയും ഉണ്ടാവും. അപ്പം നമുക്ക് 80യിൽ നിന്ന് ഒരു 60 വയ്ക്കാം. ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ്. ഓക്കെ, ഡിജിറ്റൽ വിന്നേഴ്സ് അക്കാഡമി. നമ്മുടെ ഫോൺ നമ്പർ വയ്ക്കുക. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇട്ടേക്കുന്നത് ഇതിൻ്റെ ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇതിൽ കുറച്ച് വേരിയേഷൻസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് പതുക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമുക്കൊരു പോസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പോസ്റ്റർ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നത് ഇവിടെ ഈ സേവ് ബട്ടൺ, ഡൗൺലോഡ് ബട്ടണിൽ കൊടുക്കുക. അപ്പോൾ റെക്കമെൻഡഡ് ആയിട്ട് എന്താണോ വരുന്നത്, അപ്പം സജസ്റ്റഡ് ആയിട്ട് വരുന്നത് PDF ആണ്. നമുക്കിപ്പോൾ വേണ്ടത് ഒരു ഇമേജ് ആയിട്ടാണ് വേണ്ടത്. നമ്മൾ കൂടുതലും ഷെയർ ചെയ്യുന്നത് ഫേസ്ബുക്കിലായതുകൊണ്ട് ഇമേജ് ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നമ്മളൊരു കാറ്റഗറി എടുത്ത സമയത്ത് അതിൻ്റെ കൂടെ തന്നെ സബ് കാറ്റഗറി ആയിട്ട് കുറച്ചധികം ടെംപ്ലേറ്റ്സ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഈ ടെസ്റ്റിമോണിയൽസും അതോടൊപ്പം തന്നെ സിലബസും മറ്റുമൊക്കെ കവർ ചെയ്യുന്ന ഒരു ജസ്റ്റ് ഒരു പാക്കേജ് ആയിട്ട് തന്നെ അത് വന്നു. അതുകൊണ്ട് നമുക്കത് ഈ തൽക്കാലം ആവശ്യമില്ല. നമുക്കൊരു പോസ്റ്ററിന് വേണ്ടി മാത്രം മതിയെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. എന്നിട്ട് ബാക്കിയുള്ള എല്ലാം കൂടി റിമൂവ് ചെയ്ത് കളയാം. ഒരു ടീച്ചേഴ്സിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഒരു സിംഗിൾ ഇമേജ് ആയിട്ട് മാത്രം നമുക്ക് കിട്ടി. ഇതിനെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അത് JPG ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഡൗൺലോഡ് ഓപ്ഷൻ, നിങ്ങളുടെ ഡൗൺലോഡ് ഫോൾഡറിൻ്റെ അകത്ത് ഉണ്ടാകും. അതിനെ നിങ്ങൾ റീനെയിം ചെയ്ത് നിങ്ങളുടെ കമ്പനിയുടെ പേരിലേക്ക് റീനെയിം ചെയ്യുക. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, ജസ്റ്റ് ഞാനത് ഡൗൺലോഡ് ചെയ്ത ഒരു ഫയലും കൂടെ ഒന്ന് കാണിക്കാം. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലോഗോ ക്രിയേഷൻ ആയിരിക്കും. ലോഗോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റാൻഡംലി ആ ലോഗോ അപ്ലോഡ് ചെയ്ത് വയ്ക്കുക. അപ്ലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കിയുള്ള പോസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ നേരത്തെ കാണിച്ചതുമാതിരി തന്നെ ലോഗോസ് നിങ്ങൾ അപ്ലോഡ് ഓപ്ഷൻസിലുണ്ടാവും. അതിൽ നിന്ന് നേരെ ഒന്ന് ഡ്രാഗ് ചെയ്ത് നിങ്ങളുടെ ഈ പോസ്റ്ററിലേക്ക് വെച്ചാൽ മാത്രം മതിയാവും. ഇതെല്ലാം വൺ ടൈം പരിപാടിയാണ്. ലോഗോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒറ്റ പ്രാവശ്യം ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് പെർമനന്റ്ലി അത് തന്നെ അങ്ങ് ഉപയോഗിക്കാം.
ഓക്കെ, നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു പോസ്റ്ററാണ് ഇപ്പോൾ കാണുന്നത്. ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ് ഡിജിറ്റൽ വിന്നേഴ്സ് അക്കാഡമി, ഫോൺ നമ്പർ, പിന്നെ അതുപോലെ ലോഗോ. ഇനി കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വയ്ക്കാനുണ്ടെങ്കിൽ അങ്ങനെയും വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു ഫേസ്ബുക്കിൻ്റെ പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള സൈസിനാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തത് ക്യാൻവയിൽ ഒരു ഫേസ്ബുക്കിന് വേണ്ടിയിട്ടൊരു പോസ്റ്റർ ഉണ്ടാക്കുന്നതാണ്. ഇതേമാതിരി ഏത് സോഷ്യൽ മീഡിയയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റർ ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ടാണ് ഉണ്ടാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ലോഗോസോ മറ്റെന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ക്യാൻവയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കൈൻഡ്ലി സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.